ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ്. ഇപ്പോൾ ഓണസദ്യയിലായാലും കല്യാണ സദ്യയിലായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മസാലക്കറി റെസിപ്പി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ മസാലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഗ്രീൻ പീസാണ് ഏറ്റവും ആവശ്യമുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ യെല്ലോ പീസാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ പീസ് ആണ് ഇപ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയത്. ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇതിലോട്ട് 2 പൊട്ടറ്റോ കൂടി നുറുക്കി ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇതിലോട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം 2 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതേ എണ്ണയിലോട്ട് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതാ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 തക്കാളിയും 1 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പീസും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയിലും പീസിലും ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് മസാലയൊക്കെ അതിൽ പിടിക്കുന്ന മാതിരി തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പീസ് വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. അതിനുശേഷം ഞാനിത് അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും പീസും ഒക്കെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് ഞാനിത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാനിതാ 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് 5 ടേബിൾ സ്പൂണോളം നാളികേരം കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് അധികം അങ്ങ് മൊരിഞ്ഞു പോകണ്ട, ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം അവിടെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ മതിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നോക്കിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് 2-3 മിനിറ്റ് തിളപ്പിച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നമ്മുടെ കറി മസാലക്കറി സദ്യയിലെ മസാലക്കറി എന്ന് പറയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇരിക്കുമ്പോഴേക്കും ഡ്രൈ ആയി വന്നോളും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് വറുത്തിടാൻ കൂടി വേണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് ആ ചൂടുള്ള എണ്ണയിൽ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നമ്മുടെ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ സദ്യയിലേക്ക് ഉള്ള ഒരു നോൺ വെജ്